ഒത്തിരി വന്നിട്ടുള്ള MLA ആണ്, ജയിച്ചാ ജില്ല എന്നുള്ള മന്ത്രി, പാർട്ടിയിൽ ശക്തനായി വളർന്നുകൊണ്ടിരിക്കുന്ന നേതാവാണ്. നവമാരില്ലേ മിഥുനും അനന്തവും രഘുവിന്റെ അട്ടത്തും വലതുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളനിയിൽ കുറെ തമിഴന്മാര് കുടിയേറിയാണ്. അതിലൊരാളുടെ മകനാണ് ഈ മിഥുൻ. ആ കുഞ്ചാക്കോ ഭവനെ പോലിരിക്കണ കണ്ട അവനാണ് അനന്തു. അവൻ കോളനിക്ക് പുറത്തുള്ളവനാ. ഇവന്മാർ രണ്ടും സ്കൂള് മുതലേ ഒരുമിച്ചാണ്, ചങ്കാണ്. കോളേജ് രാഷ്ട്രീയത്തിനിടയിലാണ് രഘു ഇവന്മാരെ പൊക്കണത്. ഈ മിഥുൻ അയാളുടെ മസിലാണെങ്കിലേ അനന്തു അയാളുടെ ബുദ്ധിയാണ്. ഇപ്പോഴല്ലോ ഒന്നും അമ്മത് എപ്പോ ഒന്ന് പോയടാപ്പ 4 പെഗ് കൊണ്ട് 16 പേര് അങ്ങനെ തന്നുള്ളൂ. പോയി അവിടെ അങ്ങനെ പോയി നക്ക്. പോവുകയാണല്ലോ. എടാ അതയാക്കടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് പോത്ത് കച്ചവടമാണ്. എടാ ഈ മിഥുനന്തുല്ലേ രഘുവിന്റെ പുതിയ കട്ടകളാണ്. അമ്മാതിരി പണികളാണ് അവന്മാർ ചെയ്യണത്. എന്ത് പണി? പണിയൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ടോ? നീയൊക്കെ ഇട്ടാവട്ടത്ത് കളിക്കുന്ന കോലുകുത്തിക്കളി അല്ലത്. എടാ അവന്മാർ ഈ അടുത്തൊരു പണി എന്താ നിങ്ങൾക്കറിയോ? ഒഴിക്കടാ ഒരെണ്ണം, എനിക്കും കൂടെ ഒരെണ്ണം. എടാ ഈ ഇലക്ഷൻ കഴിഞ്ഞ സ്ഥാനാർത്ഥി ചിലവാക്കിയ കംപ്ലീറ്റ് പൈസയുടെ കണക്ക് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കാണിക്കണം. ഇത് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും കമ്മീഷന് അസാധുവാക്കാൻ പറ്റും. പോത്തിരുവിൻ്റെ പാർട്ടിയിലെ ഫൈസൽ അലി, അയാൾക്ക് ഈ ചെയർമാൻ കസേരയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. അയാൾ രഘുവട്ടൻ റിപ്പോർട്ട് കളക്ട്രേറ്റിൽ ഒരു ക്ലർക്കിനെ സ്വാധീനിച്ച് നൈസായിട്ട് പൂഴ്ത്തി. അയാൾക്ക് ഇതുവഴി ചെയർമാനാകാൻ പറ്റുമെന്ന് വിചാരിച്ച് ഈ അനന്തുല്ലേ അവൻ ഇത് കൃത്യസമയത്ത് മണത്തറിഞ്ഞ് ഏത് അവൻ കളക്ട്രേറ്റിൽ പോയി സംശയം തീർത്ത് മിഥുനെ വിളിച്ച് കാര്യം പറഞ്ഞു. പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. റിപ്പോർട്ട് എവിടെടാ? ഏത് റിപ്പോർട്ട്? എനിക്കറിയില്ല. സംഭവം മനസ്സിലായി. ഇനി സാധനം എവിടാന്നുള്ളതാണ് വിഷയം. സത്യമായിട്ട് എനിക്കറിയില്ല. രഘുവട്ടം പോലും അറിയാതെ മുഖ്യ റിപ്പോർട്ട് അവന്മാർ പൊക്കി. സമയം തീരുന്നതിന് മുന്നേ കളക്ട്രേറ്റിൽ എത്തിച്ച്. എടാ അങ്ങനെയാണ് രഘുവട്ടൻ ചെയർമാനാകുന്നത്. കുറെ നേരമായല്ല അവന്മാരായിട്ട് വാഴ്ത്തിക്കൊണ്ടിരിക്കണം. എടാ നിനക്ക് അവിടെ കലിപ്പാണെങ്കിലും നിന്റെ പെങ്ങക്കല്ല മതിപ്പാണല്ലോ. അങ്ങോട്ട് നോക്കണ നീ ചുണയുണ്ടെന്ന് നീക്ക് പോയി ചോദിക്കണ. അവനായിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് അവനെ അങ്ങോട്ട് പൊളിച്ചാലാ. താനെന്തോ കല്യാണ വീട്ടിൽ കിടന്നെന്തോ ഷോ കാണിക്കണ്ടായിരുന്നല്ലോ. ഇവിടെ പിള്ളേരൊക്കെ വലുതായിട്ടോ. ഇനി തന്റെ ഷോ ഒന്നും അധികം വേണ്ടാട്ടാ. കുടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കി നിക്കടാ.
എന്റെ പെങ്ങക്കിട്ടുണ്ടാക്കണ എന്തിനാ? നിനക്കുള്ള പണി ഞാൻ തരൂടാ. പട്ടിഷാടത് നിന്റെ അടുത്ത് വലുതും പറഞ്ഞാ ചുമ്മാ അലമ്പുണ്ടാക്കാനായിട്ട് മനുഷ്യൻ നോണം കെടുത്താണ്ടവൻ. എടാ എന്താണ് മനുഷ്യനെ മനസ്സമാതോടെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂടാ ദ്രോഹികളെ. എഴുന്നേറ്റ് പൊക്കിയാണ് അവിടെ നിന്ന്. പെണ്ണ് കേസറാ ഞാനേ അയ്യേ ഇനിയിപ്പോ അവളെങ്ങനെ എന്നെ നോക്കിയാ നോക്കിയിട്ടുണ്ടാവും. എങ്ങനെയുണ്ടോ അവള്? എന്താ കുഴപ്പം? കൊള്ളാലോ. നമ്മളൊന്നും അത്ര ബോറല്ലേ? എന്താടാ എന്താണ് നിന്റെ മുഖത്തൊരു മാറ്റം? എന്താണ് നിനക്കൊരു നാണമൊക്കെ? അയ്യേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പോ. വിളിക്കാം. എന്താടാ ചേച്ചി 2 ലൈറ്റ്സ് സോഡാ സർബത്ത് വിട്ടാണോ? ഇപ്പൊ എടുക്കാട്ടാ. നിങ്ങളിത് എവിടെയായിരുന്നു? എടാ എന്താ കല്യാണത്തിൽ എന്തോ പ്രശ്നം ഉണ്ടാകുന്നുണ്ടല്ലോ. ചേട്ടൻ സർബത്തടി. അതിൻ്റെ ഒരു വിഷമം അതുകൊണ്ട് ചോദിച്ചാൽ. മുതൽ അല്ല സർബത്ത് എത്ര 2 3? 3. എന്തുപോലാടാ? ജയനെ മരിച്ചിട്ടുള്ളൂ, ജയിക്ക് ഇവിടെ ഉണ്ട് ട്ടാ. കഴിച്ചാ? ഇല്ലടാ കഴിച്ചില്ല. ഞാൻ സാപ്പിട്ടില്ല ഇപ്പൊ. இதை கொண்டு போய் அங்கே வைக்க அனந்து தானே அது എന്തുതാ അനന്തോ തൃപ്തിയായി. ആശാനെ അനന്തുണ്ടല്ല, പണ്ട് ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ ഇവന്റെ അടുത്ത് ഇരുന്നെന്നുകൊണ്ട് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി. ഗംഭീര ഇടിയായി. മാസങ്ങളോളം എന്നോട് മിണ്ടാണ്ട് നടന്നേ. നിനക്ക് ഓർമ്മയുണ്ടാ? എടാ പോയി ഊണെടുത്ത് വെക്കണ. ഇവനൊരു മാറ്റം. டேய் மிதுனே, ஞாயிற்றுக்கிழமை கிளாஸ் இருக்கு, ஞாபகம் இருக்கா? போறேப்பா. ஏய் மறந்துடாத, எக்ஸாம் முக்கியம். தெரியும். ചുമ്മാ അങ്ങ് പോയി പരീക്ഷ എഴുതിയ PSC കിട്ടും നമുക്കുള്ള വിചാരം. பாத்து போடா. എന്നാ പിന്നെ നിനക്ക് പഠിച്ചുകൂടെ? പിന്നെ പഠിച്ച് പാസ്സാവനാണ് IAS എടുത്തത്. എന്താണ്? PSC എഴുതും. ഓ ആറ്റിറ്റ്യൂഡ് എൻ്റെ അമ്മോ. മിഥുൻ സാറിന്റെ ടിനു. ടിനു കറക്റ്റ് ടൈം ആട്ടാ. എന്റെ വണ്ടി പുറകെ വന്നാൽ മതി. ഓക്കെ. ടിനു പോന്നോട്ടാ. ആ സാർ 3695. അതെ സാർ. സാറേ ഞാൻ ഇറങ്ങിക്കോട്ടെ? ഇല്ല സാർ, അത് കറക്റ്റാണ് സാർ. 3695. നമുക്കൊന്ന് വേണേൽ ശ്രമിച്ചു നോക്കാം.
അതെ. What's that shit? What's that shit? What's that shit? ഇതിന് എത്ര തവണ കണ്ടിട്ട് എന്താണ് ശേഷം എവിടാ? What's that shit? I'm slaying my enemies, feel like a boss. I come with the energy, this that mentality. Call me the prodigy, you think you win, I call it a fallacy. What's that shit? What's that shit? What's that shit? കേറ് സാറേ. നിന്റെ അപ്പം പാലക്കാട് കൂപ്പി പോയെന്ന് പറയുന്നത് നേരാണോടാ? എന്തേലും നിവർത്തിൻ്റെ അപ്പം വരില്ല സാറേ, എന്നെ വിടുവോ? അതും ഈ കാട്ടിലേക്കേ. പോവാം. പകല് കാണുണ്ടാവും സാറേ. രാത്രിയിൽ തന്നെ പാലോടൊപ്പാനുള്ള പേടിയൊന്നും മാറട്ടെ. തനിക്ക് കുടിക്കാവോ? മരുന്ന് കഴിക്കണല്ലേ? ഇംഗ്ലീഷ് എന്നിട്ട് തേർഡ് സ്റ്റേജ് ആടും. അയാൾക്ക് ഇനി സമയമില്ലെന്നാ ഡോക്ടർമാർ പറയണേ. അയാളുടെ സമയം തീർന്നത്ര. കൊടുക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ കൊടുക്കായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു പണിയില്ല, ഒരു ബാധ്യതയും ഇല്ല. ഇഷ്ടം പോലെ സമയവും